നമസ്കാരം. നമ്മുടെ മലയാളി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഓഫ് നോർത്ത് ടെക്സസ് മെൻറ്റിൻ്റെ ഒരു പുതിയ ഉദ്യമം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമ്മളിതിനെ വിളിക്കുന്നത് മെൻറ്റ് ടി വി. മെൻറ്റ് ടി വി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും 4 കാര്യങ്ങളാണ്. 1, നമ്മുടെ ഈ സവിശേഷ സംഘടനയെ, മലയാളി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ എന്ന ഈ സവിശേഷ സംഘടനയെ സമൂഹത്തിൽ കൂടുതൽ ആളുകൾക്ക് പരിചയപ്പെടുത്തുക. 2, നമ്മുടെ അംഗങ്ങൾ തമ്മിലുള്ള സഹകരണവും പരിചയവും വർദ്ധിപ്പിക്കുക. 3, നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും നമ്മുടെ കുട്ടികളുടെയും കഴിവുകൾ, ഏതു തരത്തിലുള്ള കഴിവുകളുമാകട്ടെ, അവയെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ സംഘടനയിലെ അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക. 4, നമ്മളെ എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവരുടെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും നമ്മുടെ സംഘടനയിലെ അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തുക. മെൻ ടി വിയുടെ കൂടുതൽ വിശദാംശങ്ങൾ രാഹുലും നീതുവും ജെറിയും നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. ഈ അവസരത്തിൽ ഈ ആശയത്തിന് എല്ലാ പിന്തുണയും നൽകിയ നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾക്കും രാഹുലിനും രാഹുലിൻ്റെ പ്രിയ പത്നി ശ്രീജയ്ക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഈ സംരംഭത്തിന് മെൻറ്റ് കുടുംബത്തിൻ്റെ എല്ലാ പിന്തുണയും പ്രോത്സാഹനവും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രാർത്ഥനാ ഗീതത്തോടു കൂടി മെൻറ്റ് ടി വി ആരംഭിക്കാം. നന്ദി. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നമസ്കാരം. നമ്മൾ മെൻറ്റ് മലയാളി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഓഫ് നോർത്ത് ടെക്സസ് മെൻറ്റിൻ്റെ മെൻ ടി വി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ 3 പേരും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മെൻ ടി വി എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ പറയും. നമ്മൾ മെയിനായിട്ട് ഇക്കൊല്ലം പ്രധാനമായിട്ട് 4 കാറ്റഗറിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെൻ ടി വി എന്ന് പറഞ്ഞാൽ മെൻറ്റ് ന്യൂസ് ഒരു സെഗ്മെൻറ്റാണ്, പിന്നെ ടാലൻറ്റ് കോർണർ എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട്, പിന്നെ മെറ്റ് ടോക്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട്, പിന്നെ ഗെറ്റ് ടു നോ എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ സംസാരിക്കും. രാഹുൽ, മെൻറ്റ് ന്യൂസ് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും മെൻറ്റ് ന്യൂസ്? നമ്മുടെ മെൻ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന വാർത്തകൾ, മെൻറ്റിൻ്റെ പരിപാടികൾ, മെൻറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുള്ള ടെലികാസ്റ്റ്, ഇതാണ് നമ്മൾ മെൻ ന്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സലന്റ്. അടുത്തത് ടാലന്റ് അല്ലേ? എന്താണ് ടാലന്റ് കോർണർ? ടാലന്റ് കോർണർ എന്ന് പറയുമ്പോൾ നമ്മുടെ മെൻ കമ്മ്യൂണിറ്റിയിൽ ഉള്ള എല്ലാ വിധത്തിലുള്ള കഴിവുകളും, സ്റ്റേജിൽ കാണിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായുള്ള എല്ലാ കഴിവുകളും നമ്മളൊരു വീഡിയോ രൂപത്തിൽ മെൻ ടി വി, ചിത്രം വരയ്ക്കാനുള്ളത്, ഗാർഡനിങ്, കുക്കിംഗ്, ഇതെല്ലാം നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായും അതാണ് ടാലന്റ് കോർണർ. അത് ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടും പല രൂപത്തിലും വിധത്തിലും നമ്മൾ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് വഴി ടെലികാസ്റ്റ് ചെയ്യും. മെൻറ്റ് ന്യൂസ്, ടാലന്റ് കോർണർ. അടുത്തെന്താണ് നീതു? അടുത്തത് മെറ്റ് ടോക്സ്. മെറ്റ് ടോക്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ രീതിയിൽ, എൻജിനീയറിങ്ങോ ടെക്നോളജിയോ ഹെൽത്തോ വെൽബീങ്ങോ ആ രീതിയിൽ ഒരു സിഗ്നിഫിക്കൻ്റായി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് മെറ്റ് ടോക്സ്. അപ്പോൾ നമ്മൾ ന്യൂസ്, ടാലന്റ്, മെറ്റ് ടോക്സ്. അടുത്തതാണ് എൻ്റെ എക്സൈറ്റിംഗ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സംഭവം അത് ഗെറ്റ് ടു നോ. അതിനെപ്പറ്റി പറയുക. ഗെറ്റ് ടു നോ എന്ന് പറയുമ്പോൾ വളരെ കൗതുകം തോന്നുന്ന ഒരു പ്രോഗ്രാമായിരിക്കും. ഓരോ മെൻറ്റ് മെമ്പേഴ്സിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നു, അവരുടെ കുടുംബാംഗങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുന്നു, അവരുടെ ഒരു ചെറിയ സ്റ്റോറി ലൈൻ, അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗെറ്റ് ടു നോയിൽ തന്നെ നമ്മുടെ പ്രമുഖമായിട്ടുള്ള ചില കഥാപാത്രങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ തവണ ബെസ്റ്റ് എഞ്ചിനീയർ ഓഫ് ദ ഇയർ, ബെസ്റ്റ് യൂത്ത് ടെക്നോളജി കോൺട്രിബ്യൂട്ടർ, ഇവരെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പരിചയപ്പെടുത്താനുള്ള ഒരു വേദി കൂടിയാണ് ഗെറ്റ് ടു നോ.
ചേട്ടാ അപ്പോൾ ഗെറ്റ് ടു നോ എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ എക്സെപ്ഷണൽ ആയിട്ടുള്ളവരെ മാത്രമാണോ അതോ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും ഒരു ലൈം ലൈറ്റ് കിട്ടുന്ന പോലത്തെ ഒരു ഇതാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും മെൻ്റ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂസീവും കൂടിയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ഹെൽത്ത്, ഇപ്പോൾ ഡോക്ടർ, വെൽബീയിങ്, മെൻ്റൽ ഹെൽത്ത്, ഇത് എല്ലാതും നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ വിഷയങ്ങളെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ. ഈ വർഷത്തെ ഈ പ്രോഗ്രാമുകളെല്ലാം വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഒരു സമഗ്രമായ ഒരു വികസനം, എഞ്ചിനീയർ എന്ന രീതിയിൽ മാത്രമല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലും അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ക്രോഡീകരിക്കുന്ന ഒരു സംരംഭമാണ് ഈ വർഷത്തെ മെൻസ് TV. അപ്പോൾ ചേട്ടാ ഈ ഇത്രയും നമ്മൾ ഇവൻറ്റ്സ് കാര്യങ്ങളും പറഞ്ഞു. അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരു കൊല്ലത്തിൽ ഇത് നടത്തിയെടുക്കുന്നത്? അതായത് നമ്മൾ തന്നെ ക്യാമറയുമായി കുളത്തിലേക്ക് ചാടുകയാണോ അതോ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഉദ്ദേശിക്കുന്നത്? കുളത്തിലേക്ക് നമ്മളെടുത്ത് ചാടുന്നത് തികച്ചും അസംഭവ്യം തന്നെ നീതു. ഇതിൽ എല്ലാവരുടെയും പിന്തുണ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ എല്ലാ മെമ്പേഴ്സിൻ്റെ അടുത്തും ഇതിൻ്റെ കണ്ടൻറ് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. ദിസ് ഈസ് എ ഫാൻറ്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ മെൻറ്റിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിങ്ങളുടെ കല, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഓരോ കോൺട്രിബ്യൂഷൻസ് ടു സൊസൈറ്റി പരിചയപ്പെടുത്താനുള്ള ഫാൻറ്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവരും പ്ലീസ് യൂസ് ദിസ്. നമ്മൾ ഇത് എനേബിൾ ചെയ്യുന്ന ഒരു മീഡിയം മാത്രമാണ്. ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്യണം, കണ്ടന്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളെ സമീപിക്കാം. ജെറി, നീതു, ഞാൻ, രാഹുൽ, ഞങ്ങൾ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. നിങ്ങളാണ് ഇതിൻ്റെ ഹീറോ ആൻഡ് മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ്. നിങ്ങളിലാണ് ഞങ്ങളുടെ വിജയം.